പ്യാരെ ബച്ചോ ആദാബ്. നമ്മളെ കത്ത് പാഠത്തിലെ ആക്ടിവിറ്റീസ്, ആദ്യത്തെ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അതിലെ ബാക്കി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ല, ബാക്കി ആക്ടിവിറ്റീസ് വളരെ സിമ്പിളായ ആക്ടിവിറ്റീസ് ആണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ലാത്ത വിധം ഉള്ളൊരു ആക്ടിവിറ്റീസ് ആണ് ഫസ്റ്റിലുള്ളത്. എന്നാലും വായിക്കാം നമ്മൾ അല്ലേ. ഭായിജാൻ കോ ഖുഷ് ഖബരി ദേനെ കെ ലിയെ ജമീൽ ഖത്ത് ലിഖ്താ ഹെ. ഭായിജാന് സന്തോഷ വാർത്ത നൽകുന്നതിന് വേണ്ടി ജമീൽ ഖത്ത് ലിഖ്താ ഹെ, ജമീൽ കത്തെഴുതുന്നു. ഇത് ഏതിന്റെ ചോദ്യമാണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഭായിജാൻ എന്തിനാണ് കത്തെഴുതുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് അല്ലെ. അതിന്റെ ഉത്തരാണ് ഇത്. ഭായിജാന് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ജമീൽ ഖത്ത് ലിഖിക്കുന്നു. ബച്ചോ ആജ് കൽ ഖബർ പഹുചാനെ കെ ലിയെ और क्या क्या तरीके हैं, തസ്വീർ ദേഖ് കർ ലിഖിയെ. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരീഖകളാണുള്ളത്, വഴികളാണുള്ളത്? ചിത്രങ്ങൾ നോക്കി എഴുതാനാണ്. ഒന്നാമത്തത് എന്താണ്? ഇമെയിലാണ്. ഒന്നാമത് ഇമെയിലാണ്. രണ്ടാമത്തത് മെസ്സഞ്ചർ ആണ് അല്ലെ, മെസ്സേജസ് എന്ന് പറയാം. മെസ്സേജ് അല്ലെങ്കിൽ പൈഗാമാത്ത് അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നൊക്കെ എഴുതാം. മൂന്നാമത്തത് ഏതാണ്? ഇൻസ്റ്റഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാം. നാലാമത്തത് യൂട്യൂബ്. അഞ്ചാമത്തത് വാട്സപ്പ്. ആറാമത്തത് ഫേസ്ബുക്ക്. ഇത് വിശദമാക്കി ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇമെയില്, മെസ്സേജിന് ഉറുദുവിൽ പൈഗാം എന്നാണ് പറയാ. തൽക്കാലം നമ്മളിപ്പോ ഈ ചിഹ്നം കണ്ട് എഴുതുന്നതുകൊണ്ട് മെസ്സേജ് എന്നോ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നോ എഴുതാം. മൂന്നാമത്തത് ഇൻസ്റ്റാഗ്രാം, നാലാമത്തെ യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്. ഇനി ഈ പാഠത്തിൽ അവസാനത്തെ പ്രവർത്തനം ആണ് ഇവിടെ നൽകുന്നത്. ബായി മിഠായി ലാത്താ ഹെ. ബായി മിഠായി ലാത്താ ഹെ, ബഹൻ മിഠായി ലാത്തി ഹെ. ബായി ആണാണ്, അതുകൊണ്ട് ലാത്താ ഹെ, മിഠായി കൊണ്ടുവരുന്നു. ബഹന് പെണ്ണാണ്, അതുകൊണ്ട് ലാത്തി ഹെ. അബ്ബാജാൻ ദുക്കാൻ സെ ആത്തെ ഹൈ. അബ്ബാജാൻ ദുക്കാൻ സെ ആത്തെ ഹെ. അബ്ബാജാൻ ദുക്കാനിൽ നിന്നും വരുന്നു. ഇവിടെ ആത്തെ ഹൈ എന്നാണ് കൊടുത്തത്. ആത്തെ ഹൈ എന്നത് കുറെ ആളുകൾ ഉണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ ആത്തെ ഹൈ എന്ന് പറയുക. പക്ഷെ ഇവിടെ അബ്ബാജാൻ എന്നുള്ളതിന് നമ്മൾ ആത്തെ ഹൈ എന്ന് പറയുന്നത് അബ്ബാജാനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ്. അബ്ബാജാൻ കുറെ ആളായിട്ടല്ല, അബ്ബാജാൻ ഒന്നേ ഉള്ളൂ. പക്ഷെ അബ്ബാജാനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് നമ്മളെക്കാൾ വലിയ ആളാണ് അബ്ബാജാൻ, നമ്മളേറെ ബഹുമാനിക്കേണ്ട ആളാണ് അബ്ബാജാൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആത്തെ ഹൈ എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ബഹുമാനിക്കേണ്ടവരാണ് ആരൊക്കെ? അമ്മീജാനും ദാദാജാനും ദാദിജാനും ഒക്കെ അതുപോലെ നമ്മൾ ഏറെ ബഹുമാനിക്കേണ്ട ആളുകളാണ്. അപ്പൊ അവരൊക്കെ എഴുതുമ്പോ അവരൊക്കെ എന്താ ചെയ്യാ? പ്ലൂറലായിട്ട് ബഹുവചനത്തിൽ കുറെ ആളുകളുള്ള പോലെ എങ്ങനെയാണോ പറയാ, അതേപോലെയാണ് പറയേണ്ടത്. ഇപ്പൊ അവിടെ അമ്മീജാൻ സ്കൂൾസെ ആത്തി ഹൈ എന്നാണ് പറയാം. അമ്മീജാൻ സ്കൂൾസെ ആത്തി ഹൈ. അടുത്ത് ദാദാജാൻ കഹാനി. ദാദ എന്ന് പറഞ്ഞാല് ആരാണ്? വല്ലിപ്പയാണ്. വല്ലിപ്പ അല്ലെങ്കിൽ മുത്തശ്ശനാണ്. അതുകൊണ്ട് സുനാത്ത എന്നാ വേണ്ടേ? സുനാത്തേ എന്നാ വേണ്ടേ? സുനാത്തേ ഹൈ. ദാദാജാന് ബഹുമാനം കൊടുത്തുകൊണ്ട് സുനാത്തേ ഹൈ, ദാദിജാൻ കഹാനി സുനാത്തി ഹൈ. നന്നായി വായിച്ചാല് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും, മനസ്സിലാവും. പിന്നെ ഇതിലെ ദീഗർ സർഗർമിയാം, അധിക പ്രവർത്തനമായി നൽകിയത് എന്ത് ചെയ്യാ? ഗാന്ധിജിയുടെയും പിന്നെ അതേപോലെ വേറെ കുറെ എന്തുണ്ടാവും? സ്റ്റാമ്പുകൾ കളക്ട് ചെയ്ത് ആൽബം തയ്യാറാക്കുക എന്നല്ല. വിവിധ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്ത് ആൽബം തയ്യാറാക്കുക. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തുള്ളത്. ഈ പാഠം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.